ഹലോ, ഞാൻ സുനീസ സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഈ പ്രത്യാശയിൽ എപ്പോഴും യേശു ക്രിസ്തുവിൽ സന്തോഷത്തോടുകൂടി ഇരിപ്പിൻ. സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. ഇതിന് മതിയായവൻ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇത് തന്നെയാണ് പറയാവുള്ളൂ. എനിക്ക് എപ്പോഴും കഷ്ടകാലമാണോ, എനിക്ക് ഒന്നുമില്ല, എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തു. ദൈവത്തിന് ആൾക്കാർക്ക് സൂക്കേട് വരത്തിലും ദൈവത്തിന് ഒന്ന് ഓർത്ത് നോക്കാം. നമ്മുടെ ഒരു മകനെ കോടീശ്വരനായിട്ട്, ഒരു മകനെ തർമ്മക്കാരനായിട്ട് ആരെങ്കിലും സൃഷ്ടിക്കുമോ? ഈ ലോകം സൃഷ്ടിച്ച ദൈവം എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിക്കുകയുള്ളൂ. നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാണ്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ദൈവത്തിനെ ആശ്രയിച്ച് നമ്മൾ മിടുക്കനാകണം. അല്ലാണ്ട് ഓരോരുത്തർക്ക് പണം ഉണ്ടാക്കി കൊടുക്കൽ, പണം കുറച്ച് കൊടുക്കൽ, ഇതൊന്നും അല്ല. നമ്മളങ്ങനെ ദൈവദോഷം പറയരുത് കേട്ടോ. നമ്മുടെ ലോകമോഹങ്ങളിൽ പെട്ടാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണേ. ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കില്ല. അതെനിക്ക് വലിയ അനുഗ്രഹമായതായിരുന്നു. ഞാൻ പണ്ടിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്ന ദൈവം എനിക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഓർത്താം. അതാണ് ദൈവദോഷമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സങ്കീർത്തനം 91:14-16 വരെ പറയുക, കർത്താവ് പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിയിക്കും. ദൈവം പറയുവാണ്, ദൈവത്തിനോട് പറ്റിയിരിക്കുന്നവനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവനാമം എപ്പോഴും വിളിക്കുന്നവനെ ദൈവം ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അപ്പോൾ കഷ്ടകാലങ്ങളൊക്കെ മനുഷ്യർക്കുണ്ട്, പക്ഷെ ദൈവം അതിനെ കൂടെ ഇരിക്കുമെന്ന്. ഇപ്പം പനിയൊക്കെ പിള്ളേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരൻസ് കൂടെ ഇരിക്കില്ലേ? അപ്പോൾ അതുപോലെ ദൈവം ഏത് കാര്യങ്ങളിലും നമ്മുടെ കൂടെ ഇരിക്കും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും. ആമേൻ, ആമേൻ. അപ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരുള്ളൂ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ അടിപൊളി സെറ്റുകളാട്ടോ. ഒത്തിരി ഈ ദീപാവലി കഴിഞ്ഞ് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒത്തിരി മനോഹരമായ സെറ്റുകൾ വന്നിട്ടുണ്ട്. വലിയ വിഷമിച്ചിരിക്കുമായിരുന്നു. കുറേ നാൾ സെറ്റൊക്കെ ഇങ്ങനെ ഭയങ്കര വെറൈറ്റി കിട്ടാൻ ഭയങ്കര പാടാകും. ഇപ്പം കിട്ടിത്തുടങ്ങി, ദൈവകൃപയാൽ കിട്ടിത്തുടങ്ങി. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഈ വർക്ക് ഭയങ്കര ഇപ്പം നമ്മൾ റണ്ണിങ്ങിലിടുമ്പോൾ ഇത് ജോർജറ്റിൻ്റെ സെറ്റാണ്. റണ്ണിങ്ങിലിടുമ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡായിട്ടും സാരി ഉടുത്തും കണ്ടാൽ ഭയങ്കര രസവും. ഷോളയിലും ഒരു വശത്തേ ഉള്ളൂ കേട്ടോ, ഒരു വശത്ത് അങ്ങനെ വർക്കുണ്ട്. മറുവശം സ്കാലപ്പുവേ. നിൽക്കട്ടെ ഫോട്ടോ എടുക്കാൻ. നല്ല വിത്ത് ലൈനിങ് ആട്ടോ. 1499 കിട്ടുമോ? അടിയിലത്തെ പടം കിട്ടുമോ? 1490 ഉള്ളൂ. വിത്ത് ലൈനിങ് ആണ് ഇത്. ഇവിടെ ഇത്രയും വർക്കും ഉണ്ട്. ജോർജറ്റാണ് ഇതിങ്ങനെ. അപ്പോൾ വിത്ത് ലൈനിങ്ങും ഉണ്ട്. 1490 ഉള്ളൂ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. അത്രയും മനോഹരമായത് കാരണം ഇതൊക്കെ പെട്ടെന്ന് തീരാനാ ചാൻസ്. ഇച്ചിരൂടെ നീളം കുറച്ച് തന്നെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. 50 ഇഞ്ച് ലെങ്തും കിട്ടും. ഇച്ചിരൂടെ മടക്കുമ്പേ ഇങ്ങനെയെങ്കിൽ താഴത്തെ വർക്ക് കൂടെ കാണാൻ പാകും. ഇത് ബ്ലാക്കിലാട്ടോ. എല്ലാ കളറും നല്ലതാണ്. റേറ്റാണ് 1490 ഉള്ളൂ. ഈ വിലയ്ക്ക് ഇത് സൂപ്പറാണ്. താഴെ വർക്ക് കണ്ടല്ലോ അല്ലേ? കണ്ടല്ലോ, അടിപൊളി സെറ്റുകളാണ്. പെട്ടെന്ന് എടുത്തോ. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നീളം ഉണ്ട് കേട്ടോ. ഞാൻ മടക്കി ഇങ്ങനെ വെച്ചേക്കണേ നിങ്ങൾക്ക് കാണാൻ പാകത്തിന്. വിത്ത് ലൈനിങ്ങും ബോട്ടോടെ താഴെ. 1490 ഉള്ളൂ. സൂപ്പർ സംഭവമാണ്. വിത്ത് ലൈനിങ് ആണ്. മുന്തിരി കളർ. ക്രിസ്മസ് ഒക്കെ അടിപൊളിയല്ലായിരുന്നോ? ഫോട്ടോ എടുത്തില്ല. ഇതിനകത്ത് ലൈനിങ് വേറെ ഉണ്ട്. പണ്ടൊക്കെ ഫോട്ടോയ്ക്കും ഇങ്ങനെയൊക്കെ കൊതിയായിരുന്നു കേട്ടോ. ഇപ്പം സ്ഥിരം ഇങ്ങനെ എടുക്കൽ തുടങ്ങിയ പിന്നെ
കൊതി മതിയൊക്കെ മാറി, വീഡിയോയിലും അഭിനയിക്കാനുള്ള കൊതിയൊക്കെ മാറി. ഇത് അഭിനയല്ല കേട്ടോ, യാഥാർത്ഥ്യമാണ്. ഒരു കമൻറ്റിന് മറുപടി ആട്ടോ. ഞാൻ ഇങ്ങനെ കുഞ്ഞുവിൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോയായിരുന്നു, കുഞ്ഞുവിനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ. ഞാൻ ഇങ്ങനെ എനിക്ക് കൊച്ചില്ലല്ലോ, കൊടുക്കുമ്പോൾ ഞാൻ വില കൂടിയതേ കൊടുക്കാവുള്ളൂ. ഞാൻ നമ്മുടെ അടുത്ത് ആ സാരി ഒന്നുമില്ല, അവൾ നമ്മുടെ റണ്ണിങ്ങിൻ്റെ സാരി പറഞ്ഞതാണ്. അപ്പോൾ അതിന് എത്രയും രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനി അടുത്ത ഫംഗ്ഷനുകൾ കല്യാണങ്ങളൊക്കെ കസിൻസിൻ്റെ വരുമ്പോൾ ഇപ്പോൾ 10-20,000 രൂപയുടെ എടുത്തേ. അപ്പോൾ അങ്ങനെ രൂപയുടെ നമ്മുടെ അടുത്തില്ലാന്നിട്ടാ. പിന്നെ ഞാൻ എപ്പോഴും കമൻറ്റിൽ പറഞ്ഞേക്കോ, എവർക്കുള്ള ഡ്രസ്സ് ഇവർ വേറെ എടുക്കും. ഞാൻ എപ്പോഴും കടകളിൽ കയറാറുണ്ട് കേട്ടോ. കാരണം അപ്ഡേറ്റ് എന്നാണെന്നറിയാൻ വേണ്ടി എവിടെ കയറിയാലും ഞാൻ അവരെ എടുത്ത് കാണിക്കണം, എന്തെങ്കിലും എടുക്കാണ്ട് പോരാറില്ല. അത് കൊണ്ടുവന്ന് ഇവിടെ ആ സെയിം വിലയ്ക്ക് നമ്മുടെ കടയിലും വിൽക്കാറുണ്ട്, സെയിം വിലയ്ക്ക് തന്നെ. ഞാൻ ഒരിക്കലും ഒരു കടയിൽ കയറി ഇങ്ങനെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടതെങ്കിൽ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വേറെ കടയിലൊന്നും കയറി ഞാൻ എൻ്റെ ഈ ടെക്നൊക്കെ ഇവിടുത്തെ ഞാൻ ഓരോ തവണ പറയാറില്ലേ എന്നോർത്തുകൊണ്ട് ഞാൻ വേറെ കടയിൽ ഡ്രസ്സും എടുക്കാറുണ്ട്, ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുമായിട്ട് നടക്കുന്ന ഒത്തിരി പേര് കണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയുമല്ലോ. അപ്പോൾ എവർ ഡ്രസ്സ് എടുക്കാൻ വേറെ കടയിൽ, ഈ സാരി എടുക്കാൻ വേണ്ടി കുറേ കട ചുറ്റിയിട്ടാണ് എടുത്തത്. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും തന്നെ വേറെ കടകളിലൊക്കെ കയറാറുണ്ട് കേട്ടോ. പക്ഷെ എന്തെങ്കിലും എടുക്കുകയും ചെയ്യും, അതിനെ നെഗറ്റീവായിട്ട് കരുതല്ലേ. അവൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ അമ്മ തന്നാന്നും പറഞ്ഞോണ്ട് കാണിക്കുമ്പോൾ നല്ലത് കൊടുക്കണ്ടേ. ഇത് നമ്മുടെ കടയിലെ മോശമായിട്ടല്ല, എനിക്ക് ഇച്ചിരി റേറ്റിലേക്ക് കുഞ്ഞുവിനും ഇഷ്ടമല്ല കേട്ടോ. റേറ്റ് കൂടിയത് അവൾക്ക് കുറഞ്ഞത് മതി. എൻ്റെ നിർബന്ധത്തിന് ഞാൻ വില കൂടിയത് എടുത്തു കൊടുക്കണതാണ്. ഇതേ ക്രീം ഓഫ് വൈറ്റ് കളർ കേട്ടോ, ഓഫ് വൈറ്റ് കളർ. സൂപ്പർ സംഭവങ്ങളാണ്. നിങ്ങളിനി കമൻറ്റ് വായിച്ച് തെറ്റിദ്ധരിക്കരുതെന്നൊക്കെ ഓർത്ത്. ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും? എനിക്ക് നല്ല രസമായിരുന്നു പൗലോ കുഞ്ഞുള്ള കാരണം. ഇനി അപ്പക്കുട്ടനില്ലാത്ത ഒരു മിസ്സിങ് തന്നെയാണ് കേട്ടോ. അപ്പു ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിനുണ്ടായിരുന്നു. അപ്പക്കുട്ടനുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അപ്പക്കുട്ടൻ തിന്നാനിഷ്ടമാണ്. മറ്റവരുടെ പുറകെ കടന്ന് വിഷമിക്കും. എന്നാലേ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊരു രസമുള്ളൂ. അപ്പോൾ വരുമ്പോഴത്തേനും കപ്പ വറുക്കും, അത് വറുക്കും, ഇത് വറുക്കും. അപ്പക്കുട്ടനെല്ലാം ഇഷ്ടമാണ്. എന്നെ പോലെ തീറ്റക്കാരനാണ്. കേട്ടോ നേവി ബ്ലൂ കേട്ടോ, ഒത്തിരി ഭംഗിയിലെ അടിപൊളി സംഭവം കേട്ടോ. ഫംഗ്ഷന് ഇടാൻ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ആകെ വില ഇത്രയേ ഉള്ളേ. നല്ല റെഡ് കേട്ടോ. റെഡ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ക്രിസ്മസിന് മാത്രമല്ല കേട്ടോ റെഡ് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് മുഖത്തിന്. അതാണ് ഈ കല്യാണക്കാർക്കെല്ലാം റെഡ് എടുക്കണേ അല്ലേ. മുഖത്തിന് ഭയങ്കര രസമില്ലേ, റെഡും ഗോൾഡനും ഒക്കെ ചേരില്ലേ. റെഡാണ്, ബോട്ടിൽ ഗ്രീനിൽ. അടിപൊളി സംഭവമാണ്. 1490 ഉള്ളൂ. പിന്നെ ഇത് താഴത്തേട്ടാക്കി വെക്കാം കേട്ടോ. ഇത് മേളിലോട്ട് ഇപ്പോൾ കാണിച്ചെന്നുള്ളൂ, താഴെ വേണമെങ്കിൽ താഴെ ആക്കാം. അടിപൊളി സെറ്റാട്ടോ. പ്രാവശ്യം പണ്ട് നമുക്ക് വന്നു. പിന്നെ ഈ പാറ്റേൺ കിട്ടിയിട്ടില്ലാവും. ഇതിങ്ങനെ ബനാറസിൻ്റെ തുണി സിൽക്കിലാട്ടോ. ബനാറസ് സിൽക്കിൽ ദേ സൂപ്പർ സംഭവം. ഷോളും അടിപൊളി ഷോളാട്ടോ. വില 2499. ഇത് ഈ 2000 സ്ഥാനത്തിൽ ഇത് ഏറ്റവും ബെറ്റർ. നമുക്ക് ഒരു ചുരിദാർ എടുക്കണം ഫംഗ്ഷൻ വെയറിന് 2000 വേണമെങ്കിൽ. പിന്നെ ടെസറൊക്കെ 4000 ആകും. ഏറ്റവും ഇത് 2499 രൂപയുള്ളൂ. നല്ല കളേഴ്സുമാണ്, നല്ല സംഭവമാണ്. എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് നമുക്ക് തീരാറുണ്ട്. ഇടാനും സുഖാട്ടോ. ബനാറസിൻ്റെ നല്ല രസമുള്ള സംഭവമാണ്. അടിപൊളി കളർ. പൗഡർ ബ്ലൂ ആണോ? അതെ, അതിൻ്റെയൊക്കെ കുടുംബത്തിൽ ജനിച്ച എല്ലാ കളേഴ്സും സൂപ്പറായിരുന്നു. ഇത് താഴത്തേട്ടും വെക്കാട്ടോ. ഞാനിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. യോക്കിൽ വേണമെങ്കിൽ യോക്കിൽ താഴെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പാകണം. നല്ല ലെങ്ത്തൊക്കെ കിട്ടും. 47-48 ചെറുപ്പം കിട്ടും. ലൈനിങ് ഒന്നുമില്ല. നല്ല സാൻഡോൺ പാൻറ്റുമാണ്. സൂപ്പറാണ്. ഈ ടീൽ ബ്ലൂ അല്ല, ടീൽ ബ്ലൂ അല്ല, സോറി,
ഇത് ടീൽ ബ്ലൂ ആണ്, വേറെ സെറ്റാണ് ഇത്. നമ്മൾ നേരത്തെ വേറെ ഒരു സെറ്റ് കണ്ടായിരുന്നു. ഇത് നമുക്കിടെ ഇങ്ങനെ കൂടിയ ചന്തേരി സിൽക്കല്ല, ഈ മൊഡാൽ സിൽക്കിൻ്റെ പോലത്തെ അതുപോലെയൊക്കെയാണ്. അതിൽ ബനാറസിൻ്റെ ഇതുകൊണ്ട് ഒരു കുഞ്ഞ് ചെറുതായിട്ട് നൈസ് ബനാറസ് ഡിസൈനും ഉണ്ട്. നല്ലൊരു സെറ്റ്. നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണിക്കണേ. വേറെ മാറ്റം കാണിച്ചിട്ടുണ്ട്. ഒരു സോഫ്റ്റ് കനം കുറഞ്ഞ ഫ്ലോറൽ പ്രിന്റിൻ്റെ ഷോളിൻ്റെ അരികത്ത് ഒരു ഗോൾഡൻ ഇതുകൊണ്ട് നല്ല സൂപ്പർ ഫങ്ഷൻ വേറെ സാധനമാണ്. ഒരു സ്ലബ് സിൽക്ക് ബോട്ടും 2390 ആണ് വില. അടിപൊളി സംഭവമാട്ടോ, അടിപൊളി സംഭവം. അടിപൊളി ഷോളും. ഇത് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് നല്ല രസം. പ്ലെയിനിലൊരു സെൽഫ് പ്രിൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സെൽഫ് പ്രിൻ്റ് ഒക്കെ ഉണ്ട്. നല്ലതാണ്. കനയില്ല കേട്ടോ, കനമേ ഇല്ല, ചേർന്ന് കിടന്നോളും. നല്ലതാണ്, ഇടാനും നല്ലതായിരിക്കും. നല്ല ഒതുക്കം കാണും. ഒരു വെറൈറ്റി ഉണ്ട് ഫങ്ഷന്. 2000 നല്ല സെറ്റാണ്. 2490 വിലയുള്ളൂ. എല്ലാം നല്ല കളേഴ്സും ഉണ്ട്. എൻ്റെ ഷോളിൻ്റെ പ്രിൻറ്റും ഒക്കെ നല്ലതല്ലേ. കനയില്ലെന്നുള്ളതാണ്. ഷോളിനൊന്നും ഒട്ടും കനയില്ല. അപ്പോൾ കനയില്ലാത്ത മതിയല്ലോ. സാൻഡ് ഓൺ ബോട്ടറാണ്. നല്ല കളറല്ലേ, ഫ്ലഷ് കളർ അല്ലേ. 2490 ഉള്ളൂ. 24 2390. ഞാൻ മറ്റേ ചുരിദാറിൻ്റെ വില ഓർത്തുകൊണ്ടിരുന്ന 2390 കേട്ടോ. നല്ലൊരു യെല്ലോ കേട്ടോ. യെല്ലോ എന്നല്ല, ഗോൾഡൻ യെല്ലോ അല്ലേ. ഗോൾഡൻ കളറുണ്ട്, ഒരു യെല്ലോയി ടച്ച്. നല്ല കളറാണ്. ഗ്രീനിഷ് യെല്ലോ അല്ലല്ലോ, ഗോൾഡൻ യെല്ലോ അല്ലേ. ഓ, എനിക്ക് പറ്റില്ലാണ്ടായിരുന്നു. ഞാൻ പണിയെടുത്തിട്ടല്ല, ഇന്ന് പോയി ഇഞ്ചക്ഷൻ എടുത്തു. എപ്പോഴും നീർക്കെട്ടിൻ്റെ അസുഖം. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നീർക്കെട്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കണമല്ലേ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ, നീർക്കെട്ടൊക്കെ മാറാൻ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ. എന്തോരം പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. ഈ ഓൺലൈനിൽ നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം അനുഗ്രഹിച്ചവരെ കിട്ടിയ കാരണം എപ്പോഴും എനിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി, കടയ്ക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഇത് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തതാണ്. പക്ഷെ നല്ല ഡിമാൻഡുള്ള സെറ്റാട്ടോ. എല്ലാവർക്കും ഇഷ്ടം. പാനിൽ ഇങ്ങനെ നേരെ താഴെ വരെ ഈ എംബ്രോയ്ഡറി. ബാക്ക് പ്ലെയിനാ. ഷോളയിൽ ഒരു വശത്ത് സ്കാലപ്പ്, മറുവശത്ത് സ്കാലപ്പ്, ഈ വശത്ത് എംബ്രോയ്ഡറി. കനം കുറഞ്ഞ സോഫ്റ്റ് ഷോള്. ടോപ്പിൻ്റെ തുണിയായാലും ഭയങ്കര കനം കുറഞ്ഞ നല്ല രസമുള്ള തുണി. ബാക്ക് പ്ലെയിൻ എത്രയും 1390 ഉള്ളൂ. മറ്റേ 1490 15 ഒക്കെ ആയിരുന്നു അല്ലേ. നല്ല സെറ്റാണ്. കുറേ കാലം കൂടിയ വന്നേ. ഒരിടെ 2-4 മാസം മുമ്പ് നമ്മളിത് 2-3 മാസം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇതിൻ്റെ കെട്ട് പുതിയത് വന്നതാണ്. 1390. അന്നൊക്കെ നമ്മളിതിൻ്റെ റീസ്റ്റോക്ക് യൂസാണ്. ഇതിലൊന്നും കിട്ടണില്ലായിരുന്നു. ദീപാവലി കഴിഞ്ഞ പിന്നെയാണ് കിട്ടണത്. നല്ല കളർ ചാർട്ടും കേട്ടോ. 1390. ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ എല്ലാ വർഷവും പണ്ടൊക്കെ പ്രയറിന് പോകാറുണ്ട്. എന്നിട്ട് ആ വർഷത്തേക്കുള്ള വചനത്തിൻ്റെ മെസ്സേജ് കേൾക്കും. ഹെവൻലി ഫീസ്റ്റിലായിരുന്നു പോകാറ്. ഈ വർഷം ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ പോകാറില്ല. പക്ഷേ എല്ലാ പ്രയറുകാരുടെയും ആ വർഷത്തെ ഒരു മെസ്സേജ് ഉണ്ട്, ഇന്ന വചനം വെച്ച്. അപ്പോൾ ആ വചനം ഏറ്റെടുത്ത് ഇങ്ങനെ ഞാൻ ഓരോ വചനം പറയാം കേട്ടോ. നമ്മുടെ കടയിലെ ബൈബിൾ ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ വചനം കണ്ണും കൊണ്ട് കണ്ടു തൊട്ടു. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം. അങ്ങനത്തെ ഒത്തിരി എനിക്ക് അനുഭവം ഉണ്ടായി. അതാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം കാണും തൊടും. അതായിരുന്നു ഈ തവണത്തെ ഞാൻ പറയാം. അതാണ് എൻ്റെ ന്യൂ ഇയർ. ഇതൊക്കെ അല്ലാണ്ട് വല്ല പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും പണ്ട് മുതലേ ഇഷ്ടമല്ല, പോകാറുമില്ല. പണ്ടൊക്കെ ഇഷ്ടമാണ്, കല്യാണം കഴിഞ്ഞ കാലത്തൊക്കെ.
അതിനു വേണ്ടി സത്യത്തിൽ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഈ നമ്മൾ സിനിമയ്ക്ക് പോവുക ഇങ്ങനെയൊക്കെ അങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. എൻ്റെ പൊന്നെ ജീവിതം ഒരു ബോധമില്ലാണ്ട് പഠിക്കുന്ന കാലത്താണ് ഞാൻ കെട്ടിയത്. ആരെങ്കിലും ഓർക്കും കെട്ടിയത് എങ്ങനെ കറങ്ങാൻ പോകാമല്ലോ. എൻ്റെ അപ്പനാണെങ്കിൽ എങ്ങും വിടില്ല സിനിമയ്ക്കൊന്നും. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് പോകാമല്ലോ. സർവശക്ത കല്യാണം കഴിഞ്ഞ് ഒരു പണിയെടുക്കാത്ത നമ്മളൊരു വീട്ടിൽ ചെന്നാൽ പണിയൊക്കെ കുഞ്ഞിലേ എടുത്ത് പഠിക്കണം കേട്ടോ. ജീവിതമല്ലേ കട്ടപ്പുകയായി പോകും കേട്ടോ. നമ്മളെല്ലാം പഠിക്കണം. എൻ്റെ അമ്മ എപ്പോഴും പറയാമോ, നീ പഠിക്കുക. എനിക്ക് തൊഴിലെന്ന് വെച്ചാൽ മിറ്റ അടിക്കുക, ചിലപ്പം തുണി അലക്കുക, അങ്ങനെ. അപ്പം അമ്മച്ചി എപ്പോഴും പറയും അങ്ങനെയല്ല, നീ ഇതൊക്കെ ചെയ്യുക, പാചകം പഠിക്കുക, അത് ആരെങ്കിലും ചെയ്തോളും. അത് നിനക്കറിയാമെങ്കിലല്ലേ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാൻ പറ്റുള്ളൂ. അമ്മച്ചി പറയണ വിലയേറിയ വാക്കൊന്നും കേൾക്കാറില്ല. അപ്പം ജീവിതത്തിൽ കഷ്ടപ്പെട്ടു, നിങ്ങളൊന്നും അങ്ങനെ പറ്റില്ല, എപ്പോഴും എല്ലാം പഠിച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാലോ, പണി പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം ജീവിതത്തിൽ കഷ്ടപ്പെടണമെങ്കിൽ മിടുക്കരാകുക. 1390 അല്ലേ, 1390 എല്ലാം ഒന്നിച്ച് വന്നില്ലേ. ഇനി അജ്രക് കോട്ടൺ, അജ്രക് പ്രിന്റ്, അജ്രക് പ്രിന്റിന്റെ കോട്ടൺ, സ്ട്രൈസിന്റെ ഷോള്, ബോട്ട, ഇത് 1099. നല്ലതാട്ടോ, പ്യുവർ അജ്രക്കിന്റെ പ്രിന്റാട്ടോ. കനമൊന്നുമില്ല, കനം പറഞ്ഞാൽ ഇല്ല. ലൈനിങ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ബോട്ട, ഇത് 1099. അതിൻ്റെ പല പ്രിൻ്റുണ്ട്. $1099. ലെങ്ത്തൊക്കെ 46, 47 കിട്ടും കേട്ടോ. മെറൂൺ, നിങ്ങളൊക്കെ ക്രിസ്മസ് കരോള് പാടാൻ പോയോ? ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. ഞങ്ങൾ ആരപ്പുഴയാണ് താമസിക്കണേ. അപ്പം അവിടെയല്ല, ഞങ്ങൾ കടാതിയിലായിരുന്നു വീട്. കാക്കാട് പള്ളിയൊക്കെ ഇടവക. അപ്പം ഞങ്ങളിവിടെ കാത്തലിക്സിൻ്റെ ഇടയ്ക്കാണ്. ഞാനൊരു യാക്കോബുകാരി മാത്രം. ഞങ്ങൾ പാട്ടതിക്കടെ പാടിപ്പോണുണ്ട്. നമ്മുടെ വീട്ടിൽ വന്നില്ല. പള്ളിക്കാർ അവനവൻ്റെ വീട്ടിലൊക്കെ ആയിരിക്കും പോകും, അല്ല അവനവൻ്റെ ഇടവകക്കാരുടെ അടുത്തായിരിക്കും പോകും. നമുക്ക് വന്നില്ല. പിന്നെ പിള്ളേർക്ക് ഉണ്ടെങ്കിലല്ലേ കരോള് കാണാനൊരു രസമൊക്കെ ഉള്ളൂ. എന്ത് രസമുള്ള കോട്ടാഷവും കണ്ടോ, കനയില്ലാണ്ട്. അയ്യോ എന്തൊരു രസം. അയ്യോ എന്ത് നല്ല രസമുള്ള. ഇത് നോക്കട്ടോ, ഭയങ്കര സൂപ്പർ ഒരു, നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇത് കാണിക്കണേ. ഫുൾക്കാരിയാണോ? അല്ല അല്ലേ, എന്നാൽ ഫുൾ എംബ്രോയ്ഡറി ഉള്ള ഒരു പ്രിൻ്റ്. ഇവിടെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഇതൊക്കെ യോക്കിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. അടിപൊളി സംഭവം. ഈ ഷോളാണ് കേട്ടോ ഏറ്റവും രസം. എത്ര? 1499 ഉള്ള അടിപൊളി സെറ്റാട്ടോ. ഈ ഷോളാണ് ഇതിൻ്റെ ഏറ്റവും ഗ്രാൻഡ്. ടോപ്പായാലും ബാക്കിലും ഇങ്ങനെ പ്രിൻ്റൊക്കെ ഉണ്ട്, യോക്കിൽ ഇങ്ങനെയുണ്ട്. സൂപ്പർ സംഭവം. പുറത്തായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഷോളാണ് ഏറ്റവും ഗ്രാൻഡ് കേട്ടോ. അത് നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണിക്കുക, അത് കാരണം പെട്ടെന്ന് തീരൂട്ടോ. $1499 ഉള്ളൂ. അടിപൊളി സെറ്റാണ്, പെട്ടെന്ന് എടുത്തു. ലെങ്തൊക്കെ ഒരു 46, 47 കിട്ടുകയും. കോഫി ബ്രൗൺ അല്ല, ചോക്ലേറ്റ് അല്ലേ, ചോക്ലേറ്റ് ബ്രൗൺ. സ്ലബ് സിൽക്കാട്ടോ ബോട്ടം. നല്ല കളർ ചാർട്ടും, നല്ല ഇടാൻ, നല്ല അടിപൊളി ഷോള്. വേണ്ട ഷോള് കണ്ടോ, എന്ത് കനം കുറഞ്ഞ, എന്ത് ഗ്രാൻഡ് ഷോളാ. 14 $1499. ഇനി ചുമ്മാ കോട്ടൺ, നല്ല കോട്ടനാണ്. എന്നുവെച്ചാൽ പ്യുവർ കോട്ടൺ സെറ്റ് എന്നാട്ടോ. ഇപ്പോൾ ഈ വിലയായത് കാരണം എനിക്ക് പ്യുവർ കോട്ടൺ ആണോന്ന് അറിയാൻ പാടില്ല. പക്ഷെ കണ്ടിട്ടൊക്കെ ഒരു പ്യുവർ കോട്ടൻ്റെയൊക്കെ മോച്ചായൊക്കെ ഉണ്ട്. പിടിച്ചു നോക്കുമ്പോഴും കോട്ടൺ ഫീലിംഗാണ്. മിക്സിങ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാണുമായിരിക്കും. അല്ലെങ്കിൽ ഈ വിലയ്ക്ക് കിട്ടും. എന്നാ വില? 599 രൂപയുള്ളൂ. പക്ഷെ നല്ല കോട്ടണാണ്, പ്യുവർ ആയിരിക്കില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, കോട്ടൺ എന്നാണ് ഇതിൽ. പക്ഷേ ആകെ വില ഇത്രയേ ഉള്ളൂ. അത് കാരണം നല്ല നീളമൊക്കെ ഉണ്ട്. $599 ഉള്ളൂ. വേണമെങ്കിൽ ലൈനിങ് ഇട്ടാൽ മതി. നല്ല സെറ്റാണ്.
ഈ വിലയ്ക്ക് നല്ല സെറ്റ് 599 രൂപയല്ലേ ഉള്ളൂ. പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ. അത് എപ്പോൾ കാണിച്ചാലും നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, പെട്ടെന്ന് തീരും. നല്ല കളർ ചാർട്ടുകളൊക്കെ ആട്ടോ. 599 ഉള്ളൂ. കുറേ പ്രിന്റും കളറും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ തികയില്ല. ഫോട്ടോ എടുക്കണം, നന്നായിട്ട് എടുക്കണം കേട്ടോ. ലൈലാക്ക് ബ്ലൂ, $599. ഇനി വന്നത് യെല്ലോ. അപ്പോൾ ന്യൂ ഇയർ 2024 എപ്പോഴും നമുക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കുന്നു നാവി പറഞ്ഞുകൊണ്ടിരിക്കണേ. നടക്കാത്ത എല്ലാ കാര്യം 2023 നമ്മൾ നടക്കുമെന്ന് ഓർത്ത കാര്യങ്ങൾ അതിന് മനോഹരമായിട്ട് 2024 ദൈവം യേശപ്പൻ നമുക്ക് നടത്തി തരും. അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു ഗുണം എന്നാന്ന് പറയട്ടെ. അപ്പൻ എന്ന് പറയുമ്പോൾ അപ്പാന്ന് വിളിക്കുമ്പോൾ അപ്പൻ്റെ ദൗത്യം ചെയ്യണ്ടേ. അപ്പോൾ യേശുപ്പ, യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു ദൈവമായിട്ട് ഇങ്ങനെ ഇച്ചിരി ഒരു വ്യത്യാസമില്ലേ. യേശു ക്രിസ്തു എന്ന് ഞാൻ വിളിക്കാറില്ല. യേശുപ്പ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അപ്പനെ പോലെ, എൻ്റെ അപ്പനാലോ എന്നെ സൃഷ്ടിച്ചവൻ. അപ്പോൾ ആ അടുപ്പം അതൊരു മാനസിക അടുപ്പം വരും. അപ്പം നിങ്ങൾ അപ്പാ പിതാവേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക. 2023 നടക്കാത്ത എല്ലാ കാര്യവും അതീവ മനോഹരമായിട്ട് രാജകീയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ 2024 നടക്കും. രാജകീയമായിട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ രാജാതിരാജൻ യേശുപ്പൻ നടത്തി തരുമ്പോൾ എല്ലാ കാര്യവും രാജകീയമായിട്ട് നടക്കുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് പറയാറ്. എൻ്റെ ജീവിതത്തിൽ രാജകീയമായിട്ട് എല്ലാ കാര്യവും എനിക്ക് നടക്കണം. രാജകീയമായിട്ട് നമുക്ക് നടത്തി കിട്ടാൻ മതിയായവൻ. അപ്പം വീഡിയോ യൂട്യൂബിൽ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യണം, പിന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, ഷെയറൊക്കെ ചെയ്ത് തരാം കേട്ടോ. ഞങ്ങളുടെ സമ്മാനം കിട്ടും. അതുകൂടാതെ വീഡിയോ കാണുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.